വെൽക്കം ടു പോസിറ്റീവ് വൈബ്സ് ഓർ പോസിറ്റീവ് ലൈഫ്. നമ്മളൊക്കെ ലൈഫിൽ ഒരുപാട് സക്സസ്ഫുൾ ആവണമെന്നും വലിയ നിലയിൽ എത്തിച്ചേരണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും. അതിനുവേണ്ടി നമ്മൾ ട്രൈ ചെയ്യാറുമുണ്ട്. എന്നാൽ ഇനി ഞാൻ പറയുന്ന 4 കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു 4 ഹാബിറ്റ്സ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ മാറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയ രീതിയിൽ തന്നെ ലൈഫിൽ സക്സസ്ഫുൾ ആവാനായിട്ട് കഴിയും. അപ്പോൾ നമ്മുടെ ജീവിതം നശിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ എല്ലാത്തിൽ നിന്നും പിന്നിലേക്ക് വലിക്കുന്ന ആ 4 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ഓവർ തിങ്കിങ്. നമ്മൾ പലരും ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നമാണ് ഓവർ തിങ്കിങ്. ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യും, ഓക്കെ നാളെ തൊട്ട് എനിക്ക് ആ ഒരു കാര്യം ചെയ്യണം, അല്ലെങ്കിൽ നാളെ തൊട്ട് എനിക്ക് പഠിച്ചു തുടങ്ങണം. ഇങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യും. എന്നാൽ പഠിച്ചു തുടങ്ങുന്ന സമയത്തോ നമുക്കതിൽ ഫുള്ളായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മുടെ മനസ്സിലേക്ക് പല പല ചിന്തകൾ വന്നുകൊണ്ടിരിക്കും. ഓവറായിട്ട് നമ്മൾ പലതും ചിന്തിച്ചു കൂട്ടും. ആവശ്യമില്ലാത്ത ഓരോന്ന് ചിന്തിച്ചു കൂട്ടുക പലരുടെയും ഒരു ശീലം തന്നെയാണ്. ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഓവർ തിങ്കിങ്. ഓക്കെ, നമ്മൾ ലൈഫിനെക്കുറിച്ച് ചിന്തിക്കണം, നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണ വേണം. പക്ഷേ ഓവറായിട്ട് ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? ഇപ്പോൾ നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് എന്താ? ഇന്നത്തെ ഈ നിമിഷത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് വേണം ട്രൈ ചെയ്യാനായിട്ട്. അല്ലാണ്ട് നാളെ ഞാൻ അങ്ങനെ ആവും, അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞ് ഞാൻ അങ്ങനെ ആകും, അങ്ങനെ വെറുതെ സ്വപ്നം കണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? അല്ലെങ്കിൽ കഴിഞ്ഞു പോയ കാലത്ത് നിങ്ങളുടെ ലൈഫിലുണ്ടായിട്ടുള്ള പ്രോബ്ലങ്ങളെ പറ്റി ഓർത്ത് വെറുതെ വിഷമിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഓവർ തിങ്കിങ് ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് സമയം കിട്ടും. നമ്മളിൽ പലരും നമ്മുടെ സമയത്തിൻ്റെ ഒരു 70% ഇങ്ങനെ കഴിഞ്ഞു പോയ കാര്യങ്ങളെപ്പറ്റിയും അല്ലെങ്കിൽ വരാനിരിക്കുന്ന കാര്യങ്ങളെയും പറ്റിയും ചിന്തിച്ച് കൂട്ടിയിട്ടാണ് കളയുന്നത്. അപ്പോൾ ആ ഒരു സമയം മതി നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ലൈഫിൽ മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ ഓവർ തിങ്കിങ് നിങ്ങൾ ഒഴിവാക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. അതിനുള്ള ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള മെത്തേഡ് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഈ നിമിഷത്തിൽ ജീവിക്കാനായിട്ട് എപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ മെഡിറ്റേഷനൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മുടെ കോൺസെൻട്രേഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തെ ഹാബിറ്റ് എക്സ്ക്യൂസസ് പറയുന്നതാണ്. ഏത് സിറ്റുവേഷൻ വന്നാലും അവിടെ ഒരു എക്സ്ക്യൂസ് കണ്ടെത്തുക ചിലരുടെ ശീലമാണത്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രോഗ്രാമിന് പോകണമെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് കണ്ടെത്തി മാറി നിൽക്കുക. 2 വാക്ക് സംസാരിക്കാനായിട്ട് നിങ്ങൾക്കൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഒരു എക്സ്ക്യൂസ് പറയുക. അങ്ങനെ നമ്മുടെ ലൈഫിൽ കിട്ടുന്ന പല ചാൻസുകളും അല്ലെങ്കിൽ പല അവസരങ്ങളും നമ്മൾ ഈ ഒരു എക്സ്ക്യൂസ് കൊണ്ട് പ്രയോജനപ്പെടുത്താതെ പോകുന്നു. അപ്പോൾ ഈ ഒരു എക്സ്ക്യൂസ് ചെയ്യുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ലൈഫിൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് നല്ലൊരു അവസരം കിട്ടുമ്പോൾ അത് പ്രയോജനപ്പെടുത്തണം. അത് യൂസ് ചെയ്യാതെ വെറുതെ എക്സ്ക്യൂസ് പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരാൾ ലൈഫിൽ എവിടെയും എത്തിച്ചേരില്ല. അപ്പോൾ ഈ ഒരു ഹാബിറ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ ഒന്ന് മാറ്റിവെച്ച് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. മൂന്നാമത്തെ ഹാബിറ്റാണ് പ്രൊക്രാസ്റ്റിനേഷൻ. എല്ലാം നാളത്തേക്ക് മാറ്റി വയ്ക്കുക. ഇന്ന് ചെയ്യേണ്ട കാര്യം ഇന്ന് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ലൈഫിൽ സക്സസ്ഫുൾ ആവാനായിട്ട് പറ്റൂ. പകരം ഇപ്പോൾ പഠിക്കാനിരിക്കുന്ന ഒരു കുട്ടി ചിന്തിക്കുക, ഇന്ന് വേണ്ട, ഇനി എക്സാമിന് 1 മന്ത് ഉണ്ടല്ലോ, അപ്പോൾ ഓരോരാഴ്ച മുമ്പ് പഠിച്ചു തുടങ്ങാം. അങ്ങനെ എല്ലാം നാളത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യവും നല്ല രീതിയിൽ മുന്നോട്ട് പോവില്ല. ഒന്നും നമുക്ക് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇതിനെ നമുക്ക് മടിയെന്ന് തന്നെ പറയാം. ഈ ഒരു ക്യാരക്ടർ മാറ്റാതെ ഒരിക്കലും നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാനായിട്ട് പറ്റില്ല. ഇപ്പോൾ നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്ത് ആ ഗോളിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുമ്പം ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ അന്ന് തന്നെ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ചിലപ്പോൾ നമ്മുടെ മൈൻഡ് പറയുന്നത്, ഓക്കെ എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് നമുക്ക് നാളെ രാവിലെ സ്റ്റാർട്ട് ചെയ്യാം, ഇന്നത്തെ ഒരു ദിവസത്തോടെ ഇങ്ങനെ അങ്ങ് പോട്ടെ, അങ്ങനെയൊക്കെ ആയിരിക്കും. ഒരിക്കലും അത് നിങ്ങൾ കേൾക്കാനായിട്ട് നിൽക്കരുത്. ഇന്ന് സ്റ്റാർട്ട് ചെയ്യുമെന്ന് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഒരു എക്സ്ക്യൂസസും വെക്കാതിരിക്കുക. 4ാമത്തെ ഹാബിറ്റാണ് പെർഫെക്ഷനിസം. പ്രൊക്രാസ്റ്റിനേഷൻ പോലെ തന്നെ നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരിടത്തും എത്തിച്ചേരാതിരിക്കാനായിട്ടുള്ള മറ്റൊരു കാരണമാണ് പെർഫെക്ഷനിസം. എന്തും ഞാൻ പെർഫെക്റ്റ് ആയിട്ടേ ചെയ്യുകയുള്ളൂ. എന്ത് കാര്യവും പെർഫെക്റ്റ് അല്ലെങ്കിൽ കൂടി നമുക്ക് പറ്റുന്ന രീതിയിൽ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് സക്സസ് ആവാനായിട്ട് പറ്റൂ. ആരും ഒരു കാര്യവും പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചുകൊണ്ടല്ല എവിടെയും എത്തിച്ചേരുന്നത്. ഇപ്പോൾ നിങ്ങളൊരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പം ആദ്യം ചെയ്യുമ്പോൾ തെറ്റുമായിരിക്കും. അങ്ങനെ തെറ്റിലൂടെയല്ലേ നമ്മൾ ശരിയിലേക്ക് എത്തിച്ചേരുന്നത്. എന്നാൽ പെർഫെക്ഷനിസം ഉള്ള ആളുകളാണെങ്കിൽ അവർ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ അവർ ആ കാര്യം ചെയ്യുകയേയില്ല. അപ്പോൾ ഇങ്ങനെ ചിന്തിച്ചിരുന്നു കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്ന അവസരങ്ങളൊന്നും പ്രയോജനപ്പെടുത്താൻ കഴിയില്ല. ഒരിക്കലും ലൈഫിൽ സക്സസ്ഫുൾ ആവാനും പറ്റില്ല.
അപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ മാറ്റി വയ്ക്കേണ്ട 4 ഹാബിറ്റ്സിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തത്. ഒന്നാമത്തേത് ഓവർ തിങ്കിങ്, രണ്ടാമത്തേത് ആവശ്യമില്ലാതെ എല്ലായിടത്തും എക്സ്ക്യൂസസ് പറയുന്ന ക്യാരക്ടർ, മൂന്നാമത്തേത് പ്രൊക്രാസ്റ്റിനേഷൻ, നാലാമത്തേത് പെർഫെക്ഷനിസം. അപ്പോൾ ഈ ഒരു 4 കാര്യങ്ങൾ നിങ്ങൾ ലൈഫിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈഫിൽ വലിയൊരു നിലയിൽ എത്തിച്ചേരാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ.